അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് മോഡേൺ ടു നാടൻ ലുക്ക് ഇൻ ഐ മേക്കപ്പ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് കാണിക്കുന്നത് ഒരു മോഡേൺ ലുക്കാണ്. ഐസ് മോഡേൺ രീതിയിൽ നമ്മൾ എങ്ങനെ കണ്ണെഴുതാം, പിന്നെ അത് ആ എഴുതിയതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തി നമുക്കതൊരു നാടൻ ലുക്കിലേക്ക് മാറ്റാം. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻസായിട്ട് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഐലൈനർ ഉപയോഗിച്ചിട്ട് മാത്രമാണ്. ഇത് ഞാൻ ഡാസ്ലറിൻ്റെ ഐലൈനറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ. അപ്പോൾ ഞാൻ ആ ഒരു ഐലൈനർ മാത്രമാണ് മുകളിൽ എഴുതാനായിട്ടും കണ്ണിൻ്റെ ഇന്നർ പോർഷനിൽ എഴുതാനായിട്ടും ഒക്കെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഐലൈനർ മാത്രമാണ്. മസ്കാര ആയിട്ട് ഉപയോഗിക്കുന്നതും ഇത് സെയിം തന്നെയാണ്. ഞാൻ ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഐലൈനർ വെച്ച് മാത്രമാണ് നമ്മളിന്ന് ഈ ഫുൾ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു മോഡേൺ, അതായത് ഒരു മോഡേൺ വെയറിൻ്റെ കൂടെ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഒന്ന് കണ്ണെഴുതി ഒന്നൊന്ന് ജസ്റ്റ് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ എങ്ങനെ സിമ്പിളായിട്ട് കണ്ണെഴുതി പോകാം എന്നുള്ളതാണ് ഫസ്റ്റ് കാണിക്കുന്നത്. ഐലൈനർ കൊണ്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. അങ്ങനെ മാത്രമേ ആദ്യം നമ്മൾ ചെയ്യുന്നുള്ളൂ. അതിലേക്ക് പിന്നെ നമ്മൾ വിങ്സ് ഇടാൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിങ്സ് ഇട്ട് കൊടുത്ത് ചെയ്യും. ഇപ്പം നമ്മൾ ആദ്യത്തെ കണ്ണ് എഴുതി കഴിഞ്ഞിട്ട് അടുത്ത കണ്ണ് എഴുതുന്നുണ്ട്. അപ്പം നമ്മളിവിടെ മുകളിലത്തെ അപ്പർ പോർഷൻ മാത്രമാണ് എഴുതി കൊടുക്കുന്നത്. പിന്നെ മസ്കാര ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ ഐലൈനർ തന്നെ നമ്മൾ ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഐലാഷസിലോട്ട്. അല്ലാണ്ട് എക്സ്ട്രാ ലാഷസ് വെച്ചിട്ടില്ല, എക്സ്ട്രാ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ആ ഒരു ഐലൈനർ വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ലുക്കാക്കി എടുത്തത്. ഇത് നമ്മൾ ജസ്റ്റൊക്കെ പുറത്തുനിന്നൊക്കെ പോകാനാണെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ഒരു വാക്കിനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ജസ്റ്റ് ഒരു വാക്കിന് പുറത്ത് പോകാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തതായിട്ട് വിങ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സൈഡിലേക്ക് വിങ്സ് കൂടെ ആക്കി കൊടുക്കാം. ഇതാ ഇങ്ങനെ അത് ആ ഒരു വിങ്സ് കൂടെ കൊടുക്കുമ്പോൾ നമുക്കൊരു ആ ഒരു ലുക്ക് തന്നെ ഒന്ന് മാറിക്കിട്ടും. നല്ല കുറച്ചുകൂടെ ഒരു ഭംഗിയൊക്കെ തോന്നും. അപ്പോൾ കൂടുതലും വെസ്റ്റേൺ വെയറിനൊക്കെ ഈ ഒരു ലുക്ക് നന്നായിട്ട് ചേരും. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു കണ്ണെഴുതിയതിൽ നിന്ന് നമുക്ക് തുടച്ചൊന്നും കളയാതെ തന്നെ നമുക്ക് അതിൽ നിന്ന് തന്നെ ഒരു മോഡേൺ ലുക്കിൽ നിന്ന് ഒരു നാടൻ ലുക്കിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ കണ്ണിൻ്റെ ഇന്നർ കോർണറിൽ കൂടെ ഒന്ന് ലൈൻ വരച്ച് കൊടുത്തിട്ട് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് പോലെ തന്നെ ഞാൻ ഐലൈനർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് താഴെ, കാജലൊന്നും ഉപയോഗിക്കുന്നില്ല. ആ ഐലൈനർ മാത്രം ഉപയോഗിച്ചിട്ടാണ് താഴെയും നമ്മൾ എഴുതി കൊടുക്കുന്നത്. ഇങ്ങനെ നൈസായിട്ട് ലൈൻ പോലെ വരച്ച് കൊടുക്കുക. അതുപോലെ താഴത്തെ ഐലാഷസും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു കണ്ണിച്ചിരി വിടർന്ന ഒരു ലുക്ക് കിട്ടും. അതിൽ നമ്മുടെ കണ്ണ് നന്നായിട്ട് ബ്രൈറ്റായിട്ടും നല്ല വലുപ്പം ആയിട്ടും തോന്നിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇഷ്ടമുള്ളവരാണെന്ന് ഒരു നാടൻ ലുക്ക് ഒക്കെ, അതായത് ഒരു സാരി അല്ലെങ്കിൽ ചുരിദാർ, കുർത്ത അങ്ങനെയൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മേക്കപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു ഐ മേക്കപ്പ് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. വേറെ ഒരുപാട് ആഡംബരങ്ങളൊന്നും വേണ്ട. നോർമൽ ഒരു കോളേജ് ലുക്ക് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ രണ്ട് കണ്ണും നമുക്ക് ഒരേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതാണ് ഈ കണ്ണിൻ്റെ താഴത്തെ പോർഷനിൽ എഴുതുന്നത് മാത്രമല്ല, അത് കുറച്ച് നമുക്ക് ബോൾഡായിട്ട് തോന്നിക്കണം എന്നുണ്ടെങ്കിൽ, കണ്ണ് കുറച്ചുകൂടെ വിടർന്നിരിക്കുന്നതായിട്ട് തോന്നിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കുറച്ച് കട്ടിക്ക് താഴെ ഐലൈനർ യൂസ് ചെയ്ത് തന്നെ നമുക്ക് ആ വിങ്സിൽ നിന്ന് ജോയിൻറ്റ് ചെയ്ത് ആ ലൈൻ വരച്ച് താഴോട്ട് കൊടുക്കാം. നമ്മുടെ ഇന്നർ ഭാഗത്തു നിന്ന് തൊട്ട് താഴെയായിട്ടുള്ള ആ ഒരു പോർഷനിൽ നമുക്ക് നന്നായിട്ട് അല്പം ബോൾഡാക്കി അത് വരച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ നമ്മുടെ കണ്ണ് വിടർന്ന ഒരു ഫീല് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.